ഞാൻ ഡോക്ടർ വിനു ഗോപാൽ, മൈത്ര ഹോസ്പിറ്റലിലെ നെഫ്രോളജി ഡോക്ടറാണ്. ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് സ്ഥായിയായ വൃക്കസ്തംഭനം, ലോകമെമ്പാടും വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അതായത് 60 വയസ്സിൻ്റെ മുകളിൽ 30% മുകളിലും 60 വയസ്സ് താഴിൽ ഒരു 10-12% ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. അതന്നെ 5 സ്റ്റേജിലായിട്ട് ഉണ്ടാവുക. തുടക്കത്തിൽ നമുക്കൊന്നും അറിയണമെന്നില്ല. സ്റ്റേജ് 1 2 നമ്മൾ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. സ്റ്റേജ് 3, 4, 5 എത്തുമ്പോഴേക്കാണ് പല പല ലക്ഷണങ്ങളുമായിട്ട് രോഗികൾ മുന്നോട്ട് വരിക. ഒരു പരിധി വരെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ സ്റ്റേജ്, ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിൽ പോകുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒരേ സ്റ്റേജിൽ തന്നെ നിലനിർത്താനോ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പല രീതിയിൽ നമുക്ക് ഈ ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പല രീതിയിൽ തരംതിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ്. ഏർലി ഡിറ്റക്ഷൻ നമുക്ക് സഹായിക്കുന്നത് വളരെ ലളിതമായ യൂറിനിലെ ചെയ്യുന്ന ടെസ്റ്റ്, യൂറിനിലെ പ്രോട്ടീൻ ലീക്ക് നോക്കാം, ബ്ലഡിലെ ക്രിയാറ്റിൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിഡ്നി അസുഖം ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. പിന്നെ അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അസുഖത്തിൻ്റെ കാരണക്കാർ, ഒന്ന് ഡയബറ്റീസും ഒന്ന് രക്തസമ്മർദ്ദമാണ്. ഇത് രണ്ടും കൺട്രോൾ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഇത് അടുത്തുള്ള സ്റ്റേജുകളിലേക്ക് പോകുന്നത് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. പിന്നെ ഇത് രോഗം ക്രമേണ മൂർച്ഛിച്ച് വരുന്നതിൻ്റെ ലക്ഷണമാണ് കാലിൽ നീര് കൂടുക, നമ്മൾ വിളർപ്പ് വരിക, നടക്കുമ്പോൾ കിതപ്പ് വരിക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഓക്കാനം ബുദ്ധിമുട്ടൊക്കെ വരിക. അങ്ങനെ ഇത് മൂർച്ഛിച്ച് സ്റ്റേജ് 5 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയാലിസിസോ അല്ലെങ്കിൽ കിഡ്നി വൃക്ക മാറ്റിവെക്കൽ ചികിത്സ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തുടക്കമുള്ള സമയത്ത്, വളരെ ഏർലി തുടങ്ങിയ സമയത്ത് തന്നെ പ്രോട്ടീൻ ലീക്ക് മാത്രമുള്ള സമയത്താണെങ്കിൽ, ഷുഗറും പ്രഷറും ഉള്ള ആളുകളിലാണെങ്കിൽ രക്തം അത് കൺട്രോൾ ചെയ്യുകയും അതല്ലാതെ കിഡ്നി നോർമലായിട്ടിരിക്കുന്ന സ്കാനൊക്കെ ചെയ്ത് നോർമലായിരിക്കുന്ന ആൾക്കാർക്ക് കിഡ്നി ബയോപ്സിയൊക്കെ നടത്തി കിഡ്നിയുടെ അസുഖം കണ്ടുപിടിച്ച് കൃത്യമായി ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇവരെ നിലനിർത്താൻ സഹായിക്കും, നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ നിലനിർത്താൻ സഹായിക്കും. പിന്നെ ഭക്ഷണത്തിലുള്ള ക്രമങ്ങൾ, അതായത് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക, പിന്നെ നമ്മൾ പൊട്ടാസ്യം കൂടാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിലുണ്ടാകുന്ന ചികിത്സാ രീതികൾ. പിന്നെ റെഗുലർ ഇൻ്റർവെല്ലായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സാധനങ്ങളും ഒരുവിധം കൺട്രോളാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ ഒപ്പം തന്നെ വരുന്ന അസുഖങ്ങളാണ് നമ്മൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖം, കാലിലേക്കുള്ള രക്തോട്ടക്കുറവ്, ഈ ബുദ്ധിമുട്ടുകളൊക്കെ. ഈ അസുഖങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. ഈ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ കിഡ്നിയുടെ അസുഖം മൂർച്ഛിക്കാനുള്ള സാധ്യതകളും കൂടും. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും കിഡ്നിയുടെ ഫംഗ്ഷനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി, എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ചികിത്സകൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ മൈത്ര ഹോസ്പിറ്റലിൽ നമുക്ക് ഏർലി പ്രിവെൻറ്റീവ് നെഫ്രോളജി എന്നുള്ള ഒരു OPയിൽ നമുക്ക് ചെയ്യാവുന്നത് ഏർലി ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ള ഭക്ഷണ രീതികൾ, പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് അതാത് സ്റ്റേജുകളിൽ അസുഖത്തിൻ്റെ ലക്ഷണത്തിനും നമ്മൾ ലാബിലെ റിസൾട്ടിനനുസരിച്ച് നമുക്ക് മെഡിക്കേഷൻസ് മോഡിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് പുറമെ ഷുഗേഴ്സ് കൺട്രോൾ ആവാത്ത ആളുകളിൽ നമുക്ക് കൂടുതൽ അതിൽ വിദഗ്ധരെ കാണിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യിപ്പിക്കാം. പിന്നെ നമ്മൾ സ്റ്റേജ് കൂടിയ അസുഖങ്ങൾ, സ്റ്റേജ് 4, 5 സ്റ്റേജിലെത്തുമ്പോഴേക്ക് പിന്നെ അവർ അടുത്ത തരത്തിലുള്ള ചികിത്സാ രീതികളിലേക്ക് അവരെ മനസ്സിലാക്കി സ്റ്റേജ് 5ലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു ഫേസിലേക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കി അതിനുള്ള ചികിത്സാ സൗകര്യങ്ങളും നമ്മൾ മൈത്ര ഹോസ്പിറ്റലിൽ നൽകുന്നുണ്ട്. ക്രോണിക് കിഡ്നി ഡിസീസ് സാധാരണ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും കൂടുതൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരു ആളുകളെയോ കുടുംബത്തെയോ എൻ്റെ ഒരു പോപ്പുലേഷൻ തന്നെ തളർത്തുന്നതാകുന്നുണ്ട്. വളരെ നേരത്തെ അസുഖം കണ്ടുപിടിച്ച് നമ്മൾ അതിൻ്റെ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാണ് ഏറ്റവും നല്ല മാർഗം.